പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം 2026-2031 വർഷത്തേക്കുള്ള പുതിയ സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത മാസം 4-ാം തീയതി ഭൂരിപക്ഷം കിട്ടിയ കക്ഷി ആരാണെന്നും തൊട്ടടുത്ത ദിവസങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതുപോലൊരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് വേണ്ട എന്നുള്ള ഒരു ധാരണ കേരളത്തിലെ ജനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമായി മനസ്സിലാക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ മാത്രമല്ല, SIR വന്നതിന് ശേഷമുള്ള ക്ലീനായിട്ടുള്ള ഒരു പത്രികയുടെ മുഖത്താണ്, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയുടെ പുറത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് CPM എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലുള്ള തക്കട തരികിട പരിപാടികളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. പക്ഷേ എങ്കിലും അവർക്ക് ഇപ്പോഴും ഭൂരിപക്ഷമുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ ഉച്ചവരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ഒരു 4 മണി വരെയൊക്കെ വലിയ കുഴപ്പം ഉണ്ടാക്കാതെ അവരുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ വീണുവെന്ന് ഉറപ്പ് വന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അടിയും ഇടിയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും മെഡിക്കൽ കോളേജിൽ വരെ ആൾക്കാർ കിടക്കേണ്ട അവസ്ഥയിലെത്തി. അതാണ് ആ പറഞ്ഞ കഴിഞ്ഞ ദിവസം അവസാനിച്ച തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ള കാര്യം. ഒട്ടനവധി പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥികളും ഒട്ടനവധി പ്രത്യേകതകളും ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ വോട്ടർമാരൊക്കെ തന്നെ പുതിയ രീതിയിൽ ചിന്തിച്ചു. പെൺകുട്ടികൾ വരെ കന്നി വോട്ട് ചെയ്യുവാൻ വേണ്ടി ആത്മാർത്ഥമായി വന്നു എന്നുള്ളതും ഒരു സവിശേഷമായ കാര്യമാണ്. എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത വർഷം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും രാത്രി 8 മണി വരെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യുകയുണ്ടായി. അതിനെന്താ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, 2021 അവർക്കൊരു തെറ്റുപറ്റി. 2021 മറ്റ് മീഡിയകളൊന്നുമില്ലാതെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നന്നായി അറിയാവുന്ന മുഖ്യമന്ത്രിയുടെ ടീം വൈകിട്ട് പ്രൈം ടൈം 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്ത് യാതൊരുവിധ ന്യൂസും അതുവരെ പുറത്തുവിടാതെ, സോഷ്യൽ മീഡിയയ്ക്ക് ഒന്നും ഒരവസരം കൊടുക്കാതെ, ചാനലുകൾക്ക് അവസരം കൊടുക്കാതെ എല്ലാം സർക്കാർ പൂഴ്ത്തിവെക്കുകയും 6 മണിക്ക് മുഖ്യമന്ത്രി ബോംബ് പോലെ പറഞ്ഞു വിടുകയും കോവിഡ് എന്തോ മഹാഭീകരമായ സാധനമാണെന്നും ഇതെല്ലാം കൈകാര്യം ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാനായ മനുഷ്യൻ ഞാനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് വരെ വിളിച്ച് നമ്മുടെ ആരോഗ്യവകുപ്പ് എന്നിവരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അമേരിക്കയിൽ കോവിഡ് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു ദിവസം നോക്കുമ്പോഴാണ് ഗൂഗിളിൽ തപ്പി അമേരിക്കൻ പ്രസിഡന്റ് നോക്കുമ്പോൾ കിടക്കുന്നു കേരളത്തിൽ, ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് കേരളം എന്ന് പറയുന്ന വാലുപോലെ കിടക്കുന്ന സംസ്ഥാനത്തെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി വനിതയും അവരുടെ ധീരനായ മുഖ്യമന്ത്രിയും ചേർന്ന് കോവിഡിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കഥ അറിഞ്ഞിട്ട് ഉടൻ തന്നെ വിളിച്ചു. പിന്നെ ഒരു അവാർഡൊക്കെ കൊടുത്തു അവിടുത്തെ ഒരു സംഘടന, അത് അമേരിക്ക കൊടുത്ത ഇതാണെന്നൊക്കെ വന്നു. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ മാസ്ക് വെച്ചുകൊണ്ടാണ് 2020 ത്രിതല പഞ്ചായത്തിന് വോട്ട് ചെയ്തത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു, 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോഴേക്ക് കോവിഡിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരുന്ന സമയത്തായിരുന്നു ഇലക്ഷൻ നടന്നത്. അപ്പോഴും നമ്മളിൽ പലരും മാസ്ക് വെച്ചുകൊണ്ടാണ് പോയത്. അതിനുശേഷം വന്ന സർക്കാരിൻ്റെ ചെയ്തികളായിരുന്നു ഇന്നലെ നമ്മുടെ ജനം വിശകലനം ചെയ്ത് വോട്ട് ചെയ്തു. ഇന്നലെ ഈ സംഭവം എല്ലാം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം കണ്ണൂരിൽ ഇങ്ങനെ സുഗമമായി നടക്കുന്നുണ്ട് എന്ന വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതും രാഹുലുമായിട്ട് എന്താ ബന്ധം ഉണ്ട്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിരയും സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യവും കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും. അതിന് മുഖ്യമായ കാരണം 2-3 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 1-3, രണ്ടാമത്തേതിന് വിട 1-3 അതിജീവിതകൾ വിവാഹിതരാണെന്ന് അറിഞ്ഞിട്ട് കൂടും ഭർത്താവിനോടൊപ്പം താമസിക്കുന്നവരായിട്ട് കൂടി രാഹുലിനെ മാത്രം കുറ്റക്കാരനാക്കി കണ്ടെത്തി ആരോടും അറിയാതെ, സാധാരണഗതിയിൽ ഒരു ഈച്ച പോലും അറിയാതെ രാഹുലിനെ അവിടുന്ന് പോയി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരികയും ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചോ അല്ലാതെയൊക്കെ നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു. അങ്ങനെ കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഈ സ്ത്രീകൾ രണ്ടും വിവാഹിതരാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവർ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള സത്യം. ഏത് സോഷ്യൽ മീഡിയയുടെ എന്തെടുത്ത് വെച്ച് നോക്കിയാലും, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ അവസാനം വന്ന് രാഹുൽ വോട്ട് ചെയ്തു എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ രാഹുലിനെ വിളിച്ചിരുന്നു, രാഹുൽ ഫോൺ എടുത്തിരുന്നില്ല. രാഹുലിനോട് തന്നെ ചോദിച്ചിട്ട് ആ കാര്യം പുറത്ത് പറയാം എന്നാണ് വിചാരിച്ചത്. രാഹുൽ അതിന് ഫോൺ എടുക്കാത്തതുകൊണ്ട് എനിക്ക് ആ വിവരം കിട്ടിയില്ല. മറ്റൊരാളിൽ നിന്ന് കിട്ടിയ വിവരം ഞാൻ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ SIR വന്ന സമയത്ത് ഒരുപക്ഷെ രാഹുലിൻ്റെ വോട്ട് തിരിച്ച് അടൂരിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ രാഹുലിൻ്റെ SIR വന്ന സമയത്ത് രാഹുലിൻ്റെ വോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ SIR വന്ന സമയത്താണോ രാഹുലിന് ഒളിവിൽ പോയത് എന്നും ഒരു സംശയമുണ്ട്. അതുകൊണ്ട് വോട്ടേഴ്സ് ഇതിൽ പേര് ചേർക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാളത് പിന്നീട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും 1-3 പരാതിക്കാരെ സ്ത്രീകൾ കല്യാണം കഴിച്ചവരാണെന്നും
ഭർത്താവിനോടൊപ്പം താമസിക്കുന്നവരാണെന്നും എന്നിട്ടും രാഹുലിനെ ക്രൂശിക്കുന്ന നടപടിയാണ് പിണറായി വിജയൻ എടുത്തത് എന്ന് കേരളത്തിലെ നല്ലൊരു വിഭാഗം വനിതകൾ, സ്ത്രീകൾ, അമ്മമാർ വിശ്വസിക്കുന്നു. എൻ്റെ മകൻ രാഹുൽ മോഹൻ എന്നൊക്കെ പറഞ്ഞാണ് പലരും വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്. അതിൽ ഒരാളെന്നെ പറഞ്ഞത് രാഹുലിൻ്റെ ആർമിയാണെന്ന് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, എന്തായാലും സ്ത്രീകളുടെ നല്ലൊരു ശതമാനം വോട്ട് CPM-എതിരെ പോകുവാൻ രാഹുലിൻ്റെ പീഡന കഥകൾ പുറത്തു വന്നത് ഒരു എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നെയാണ്. 1ഉം 3ഉം പരാതിക്കാർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളവരുടെ അവർ രംഗത്ത് വരാനുള്ള കാരണവും ആ ജഡ്ജ്മെൻറ്റുകളിലും അവർ കൊടുത്ത പരാതികളിലെയും എല്ലാം സാഹചര്യങ്ങളും എഴുതിയ രീതിയും എല്ലാം തന്നെ ജനത്തിന് മനസ്സിലായതുകൊണ്ട് അവരെല്ലാം തന്നെ രാഹുലിന് അനുകൂലമായൊരു നിലപാടെടുത്തു. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവർ പോലും പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു അടിയെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം എല്ലാവരും വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ മസീവായി നടന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രചണ്ഡലമായ പ്രകടനങ്ങളും പ്രചാരണങ്ങൾക്കും ഇടയിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാഹുൽ സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനെ ആഞ്ഞ് അടിക്കുകയുണ്ടായി. അതിൽ ചിലത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റിയെങ്കിൽ പോലും അത് എല്ലാവരും കണ്ടിരുന്നു. കോടിക്കണക്കിന് ആൾക്കാർ കാണുകയായിരുന്നു ചില FB പോസ്റ്റും ഇൻസ്റ്റാ പോസ്റ്റും ഒക്കെ. അതും ഒരു തരത്തിൽ ഈ പറഞ്ഞ നിലപാടിന് സ്ത്രീകളെ, അമ്മമാരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചതിന് കാരണമായി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പിന്നെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം വീണ്ടും അയാൾ പറഞ്ഞ പല കാര്യവും. അപ്പോൾ അതുമാത്രമല്ല, പെണ്ണുപിടിയന്മാരാണെന്ന് രാഹുലിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു. പാവപ്പെട്ട പെൺകുട്ടികളെ കടന്നു പിടിച്ച് ആക്രമിച്ച് ഗർഭിണിയാക്കുന്നവരെന്നും ഒക്കെയുള്ള ഈ ആരോപണം അത് പിണറായി വിജയൻ തന്നെ പറയുമ്പോൾ അത് സ്ത്രീകളെ വളരെയേറെ അയാൾക്കെതിരെയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് സത്യം. ഇനി വരും മണിക്കൂറുകളിൽ രാഹുലിനെതിരെ വരാൻ പോകുന്ന 1-2 ബോംബുകൾ ഇങ്ങനെ പാലക്കാട്ട് റെഡിയായിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് ആ വീഡിയോയുമായി വരാം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം. എന്നും രാഹുലേ ഉള്ളോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഒരു മഹാസംഭവമാണ്. രാഹുൽ ഉള്ളോ എന്ന് പലരും ചോദിക്കാറുണ്ട്. രാഹുൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ളൊരു സംഭവം തന്നെയാണ്. മഹാസംഭവമാണ്, ഒരു മഹാസാഗരം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരാളാണ് രാഹുൽ. അതുകൊണ്ടാണല്ലോ ഈ കല്യാണം കഴിച്ചവരുമാരൊക്കെ ഇപ്പോഴും അവനെ പ്രേമിച്ചു നടക്കാനുള്ള കാരണം. ഇപ്പോഴും ഈ പറഞ്ഞ പരാതിക്കാരികൾക്ക് രാഹുലിനോട് വ്യക്തമായ വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ പരാതിക്കാരി വന്നപ്പോൾ അതുവരെ അവർ വിചാരിച്ചു വെച്ചിരുന്നത്, മൂന്നാമത്തെ പരാതിക്കാരി വിചാരിച്ചു വെച്ചിരുന്നത് എന്നോട് മാത്രമേ രാഹുലിന് സ്നേഹം ഉണ്ടായിരുന്നുള്ള. അപ്പോൾ അവന് ഇങ്ങനെ ഒരു സ്നേഹമുണ്ട്, എന്നാൽ പിന്നെ പണി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാണ് ആ ചേച്ചി ആ പണിയും കൊണ്ടുവന്നത്. ആ ചാച്ചിയും ഇപ്പോൾ നാട്ടിലുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ചാച്ചി എന്ന് വിളിച്ചാൽ വേറെ വിചാരിക്കേണ്ട, പ്രായം അറിയാത്തവന് വിളിച്ചാണ്. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാനന്ന് ഇപ്പോഴേ അങ്ങ് ക്ഷമ ചോദിച്ചിരിക്കുക. എനിക്ക് പിന്നെ ഈ പിണറായിയുടെ ഇതിൽ ഒരു പ്രതിയായിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതി വരാന്തിലും കയറി ഇറങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറുകയാണ്. ആ ഗതി മാറ്റത്തിന് രാഹുൽ ഒരു കാരണമായി. ആ കാരണമായത് രാഷ്ട്രീയമായിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി രാഹുലിനോട് കാണിച്ച ആ നല്ല ചെയ്ത്തിന് കേരളത്തിലെ അമ്മമാർ കൊടുത്ത മറുപടിയായിട്ട് വേണം നമ്മൾ ഈ വോട്ടിംഗ് ശതമാനത്തിലെ ഒന്ന് കാണാൻ. വയ്യാത്തവർ പോലും പോയി വോട്ട് ചെയ്തു. പോളിംഗ് ബൂത്തിൽ ചെന്ന് ചോദിച്ചവർക്കൊക്കെ മനസ്സിലായി രാഹുലിനോട് ചെയ്ത ആ കൊച്ചനോട് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാവുന്നൊക്കെ ചോദിച്ച അമ്മമാരുണ്ട്. ഈ കൊച്ചൻ ആരാണെന്ന് എന്താണെന്ന് പോലും അറിയാത്തവർ പോലും കൊച്ചന് വേണ്ടി പോയി വോട്ട് ചെയ്തു. അതുകൊണ്ട് പലരുടെയും വോട്ട് രാഹുലിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനം തിരിച്ചു നടത്തിയിരിക്കുന്നു കേരളത്തിലെ അമ്മമാർ. ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. ഒരുപക്ഷെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും മാറ്റം ഉണ്ടാകാം. നന്ദി, നമസ്കാരം.